ഞാൻ പൈശാചിക ബന്ധനത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. പിശാചിന്റെ സ്വാധീനത ചിലതുകൊണ്ടാണ് മദ്യപാനത്തിൽ തന്നെ വർഷങ്ങളോളം ജീവിക്കുന്നവരുണ്ട്. അവര് ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് അറിയാമെങ്കിലും പിന്നെയും കുടിക്കുന്നവരുണ്ട്. അവർക്കറിയാം കുടിച്ചാൽ മരിക്കുമെന്ന്. പക്ഷേ അവർക്ക് കുടിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം അവർ പൈശാചിക ബന്ധനത്തിലാണ്. ഇനി ഈ ഒരു ബന്ധത്തിൽ തുടർന്നുകൊണ്ട് പോയാൽ കുടുംബവും മക്കളൊക്കെ നഷ്ടപ്പെടുമെന്നറിയാം. എല്ലാ രീതിയിലും തകരുമെന്നറിയാം. എല്ലാം നശിക്കുന്നു. എല്ലാ ആൾക്കാർക്ക് അറിയണം ഞാൻ നശിക്കാൻ പോവുകയാണ്, ഞാൻ തകരാൻ പോവുകയാണ്. പക്ഷേ തകരാൻ പോവുകയാണെങ്കിലും നശിക്കാൻ പോവുകയാണെങ്കിലും പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവനെ നശിപ്പിച്ച് തകർത്ത് കളയുന്നൊരു മേഖലയുണ്ട്, നശിപ്പിച്ച് കീഴടക്കുന്നൊരു മേഖലയുണ്ട്, നശിപ്പിച്ച് ബന്ധനാവസ്ഥ കഴിയുന്നൊരു മേഖലയുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പാപത്തിന് പൂർണ്ണമായിട്ട് കീഴടക്കുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബന്ധനത്തിൽ നിന്ന് അതാണ് ഈ കായേന് തിരിച്ചു വരാൻ പറ്റാത്ത മേഖലയുണ്ട്. ഉള്ളിൽ ആവസിച്ചിരിക്കുന്ന പൈശാചിക ശക്തി അവനെ പൂർണ്ണമായിട്ട് നാശത്തിലേക്ക് അല്ലെങ്കിൽ യൂദാസിന് തിരിച്ചു വരാൻ പറ്റാത്തൊരു മേഖലയുണ്ട്. അവനെ കീഴടക്കിരിക്കുന്ന പൈശാചിക രൂപി അവനെ കീഴടക്കി വെച്ച് അവൻ രക്ഷപ്പെടാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഇത് പാപത്തിൽ തുടർന്ന് പാപത്തെ ന്യായീകരിച്ച് മുന്നോട്ട് പോയി പാപബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക. ഇതൊരു പൈശാചിക ബന്ധനത്തിന്റെ അടയാളമാണ്. ദാവീദ് അങ്ങനെയാണ്. ഈ ദാവീദ് പാപം ചെയ്തു, ബേത്ശബായുമായിട്ട് വ്യഭിചാരം ചെയ്തു. ഒരുപക്ഷെ കണ്ണുനീരോടെ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അപ്പോഴും ഈ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് ഈ പാപത്തിൽ നിന്ന് ആ ബന്ധനത്തിൽ തന്നെ തുടർന്ന് പാപത്തെ ന്യായീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ പാപം പിന്നീട് അടുത്ത പാപത്തിലേക്ക് നയിക്കുകയാണ്. ഇതെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനം 7-ാമത്തെ അധ്യായത്തിൽ, പാപം ആവർത്തിക്കപ്പെടരുത്.